ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? അതായത് ഒരു കോൺഫിഡൻസ് ഉണ്ടായ ഒരു ടൈം എപ്പോഴായിരുന്നു? അതായത് ഒരു ട്വിസ്റ്റ് ഉണ്ടായ ഒരു ടൈം, ഒരു പ്രതിസന്ധി ഘട്ടത്തും ഒരു നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടായ ആ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻ്റ് ഉണ്ടായ ഒരു മൂമെന്റ് ഏതായിരുന്നു? ഗുരുവിനെ കിട്ടിയപ്പോൾ. ഗുരുവിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏകദേശം ഈ ഒരു 2.5-3 വർഷം വളരെ സിവിയർ ഡിപ്രഷൻ്റെ അകത്ത് ഒരു റൂമിനകത്ത് സ്പെൻഡ് ചെയ്ത വ്യക്തിയാണ്. ആ സമയത്തും ഞാൻ ഈ പറഞ്ഞതുപോലെ എന്നെ ഒരു ഹോപ്പിലേക്ക് എത്തിക്കാൻ കാരണമായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വൈ ദിസ് എന്ന് പറയുന്നത്. എന്തിനിത് എൻ്റെ ലൈഫിൽ? കാര്യം ആർക്കും ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല, ആരെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ അടിക്കടി എന്ത് പറയാനായിട്ട് 4 വശത്ത് നിന്ന് വന്ന് കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പലതും വരുന്നുണ്ട്. അപ്പോഴും എന്നെ പ്രതീക്ഷയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. പക്ഷേ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരുവിനെ കിട്ടിയപ്പോൾ. ഇനി മറ്റൊരെണ്ണം ഉണ്ട്, അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. എൻ്റെ ലൈഫിൽ ആ ടേണിംഗ് പോയിൻ്റ് ശരിക്കുള്ളൊരു എനർജി കിട്ടിയത് എൻലൈറ്റ്മെൻറ്റിലാണ്. കാര്യം ഞാൻ ചോദിച്ചില്ല വൈ ദിസ് എന്ന് പറയുന്ന ചോദ്യത്തിന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടിയത് എൻ്റെ എൻലൈറ്റ്മെൻറ്റിലാണ്. വൈ ദിസ്, നിനക്കിത് വരുന്നത് ഇന്നത് കൊണ്ടാണ്, പക്ഷെ അതിൻ്റെ പിന്നിൽ നിന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു വലിയൊരു പർപ്പസ് കിടപ്പുണ്ടെന്നുള്ളതും ശരിക്കും ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്, അതാണല്ലോ ശരിക്കും എൻലൈറ്റ്മെൻറ്റിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ആ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയപ്പോൾ ടേണിംഗ് പോയിൻറ്റ് ശരിക്കുള്ള ഒരു പവറാണ്, അങ്ങോട്ട് കത്തി ജ്വലിച്ചെന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംഭവം. പിന്നെ ഈ ശരിക്കും ചോദിച്ച ചോദ്യത്തിന് ടേണിംഗ് ട്വിസ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത്, അതും ഒരു കാര്യം പറയാം. എനിക്ക് ഫസ്റ്റ് ഉണ്ടാകുന്ന എൻലൈറ്റ്മെൻ്റ് ആണ്. ഈ എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്ലാരിറ്റി ഉള്ള സാധനമായിരിക്കത്തില്ല. ഈ എൻലൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ശേഷം മാത്രമാണ് ശരിക്കുള്ള കാര്യം വെളിപ്പെടുന്നത്. കാര്യം നമുക്കിപ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ അപ്ലൈ ചെയ്യുന്നു, വാട്ടെവർ നമ്മളവിടെ എന്ത് ചെയ്യുന്നു, പക്ഷേ നമുക്കവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഭയങ്കര ഒരു ഡ്രീമി ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നിട്ടാണ്. അതുപോലെ എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ ശരിക്കുള്ള എൻ്റെ ഫസ്റ്റ് ഹിറ്റ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് ഹിറ്റ് കിട്ടിക്കഴിഞ്ഞ് ആണ് എനിക്ക് ഗുരുവിനെ കണക്റ്റ് ആവുന്നത്. അവിടെ നിന്നാണ് ശരിക്കും ട്വിസ്റ്റ് അടിച്ച് ഞാൻ കറക്റ്റ് റൂട്ടിൽ. സോ ഇത് രണ്ടും എനിക്ക് ഈക്വലാണ്, എൻലൈറ്റ്മെൻറ്റ് ആൻഡ് ഗുരു. സോ എൻലൈറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗുരു മസ്റ്റാണ് അല്ലേ? എൻലൈറ്റ്മെൻറ്റ് ഫുൾഫിൽ ആകുന്നതേ വിത്ത് സപ്പോർട്ട് ഓഫ് ഗുരുവാണ്. ഒരു ഗുരുവിൻ്റെ എങ്ങനത്തെ ഗുരു, അതുപോലെ എൻലൈറ്റ്മെൻറ്റ് കിട്ടി എൻലൈറ്റ്മെൻറ്റിനകത്ത് ലൈഫ് പ്യുവറായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗുരുവിൽ നിന്ന് മാത്രമേ നമുക്കിത് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഓക്കെ ഇപ്പം എൻ്റെ അടുത്ത് GK ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എക്സാമിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് GK അറിയാം. എന്നോട് വന്ന് GK ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പതിയെ അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങും, കാര്യം എനിക്കറിയത്തില്ല. അപ്പം മിക്ക ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധം ഇതാണ്, എൻലൈറ്റ്മെൻറ്റ് കിട്ടും, പക്ഷേ എൻലൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ എൻലൈറ്റ്മെൻറ്റ് കിട്ടി അത്രയും പരമജ്ഞാനമുള്ളൊരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ അഭ്യസിക്കണം. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ, അദ്ദേഹത്തിൻ്റെ റൂള്, അത് ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അങ്ങനെ എൻലൈറ്റ്മെൻറ്റ് കിട്ടി എൻലൈറ്റ്മെൻറ്റിനകത്തൊരു ലൈഫ് സ്റ്റൈലുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയിൽ നിന്നിട്ട് തന്നെ നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കലർപ്പ് കയറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്താണെന്നും എൻ്റെ പേർപ്പസ് എന്താണെന്നും ഒക്കെ ഉള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കാൻ സഹായിച്ചത് ഫസ്റ്റ് ആ ഒരു എൻലൈറ്റ്മെൻറ്റ് ഹിറ്റിലാണ്. ചില വ്യക്തികളാണെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയിട്ട് അത് അവിടെ ഇരിക്കും, ഞാൻ സംതിങ് ഡിഫറെൻ്റ് ആണ് എന്നുള്ളൊരു ബോധം. ആ ബോധം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, അവിടെ വെച്ചിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ എന്നെ ആസ്പെക്റ്റിൽ ഞാൻ എൻലൈറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻലൈറ്റ്മെൻറ്റ് ഒരു ചെറിയൊരു ഡോർ മാത്രമാണ്. ആ ഡോറ് കടന്നകത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ചെയ്യേണ്ട കംപ്ലീറ്റ് ലിസ്റ്റ് അതിനകത്തിരിക്കുന്നത്.
ഈ ലിസ്റ്റിനെ ഓർഡർ ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് ആ ലിസ്റ്റിനൊരു ലാംഗ്വേജ് ഉണ്ട്, എൻലൈറ്റ്മെൻറ്റിനൊരു ലാംഗ്വേജ് ഉണ്ട്, ആ എൻലൈറ്റ്മെൻറ്റ് ലിസ്റ്റിനൊരു ലാംഗ്വേജ് ഉണ്ട്. ഈ ലാംഗ്വേജ് ആർക്കറിയാം? ഫസ്റ്റ് കിട്ടുന്ന നമുക്കറിയത്തില്ലായിരിക്കും, ഗുരുവിനറിയാം. അദ്ദേഹം അത് ഓർഡറാക്കി തരും. ഡു ദിസ്. നമ്മൾ ഒരു എൻലൈറ്റ്മെൻറ്റ് ശരിക്കും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, നമുക്കൊരു എൻലൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനേക്കാളും മുകളിൽ പ്രീഷ്യസ് ആയിട്ട് എൻലൈറ്റ്മെൻറ്റിനെ കാണണം. പക്ഷേ ചില ആൾക്കാർക്ക് എൻലൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രീഷ്യസ് ആയിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. വളരെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ആ എൻലൈറ്റ്മെൻറ്റിനെ അടുത്ത് യൂട്ടിലൈസ് ചെയ്യും. എൻലൈറ്റ്മെൻറ്റ് പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതല്ല, പേഴ്സണൽ ഇന്നർ മാൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യമാണ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് സപ്പോർട്ടിന് ആൾ വേണം, ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഒരാൾ വേണമല്ലോ. അതുപോലെ